സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന കുഞ്ഞുമക്കളെ, ഇന്ന് നമ്മുടെ വാർഡ് പ്രാർത്ഥന രണ്ട് പ്രധാന കാര്യങ്ങളാണ് പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ അനുസ്മരിക്കാവുന്ന നമ്മുടെ വികാരി അച്ഛൻ്റെ ജൂബിലി വർഷവും ആരംഭിക്കുന്നു. അതുപോലെ തന്നെ കുടുംബ നവീകരണ വർഷം. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നിത്യപുരോഹിതനായ ഈശോയുടെ പ്രതിപുരുഷനായി കേണിച്ചിറ ഇടവകയിലേക്ക് ലാളിത്യത്തിൻ്റെ പ്രതീകമായി കടന്നു വന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അച്ഛന് ജൂബിലിയുടെ മംഗളങ്ങൾ ആദ്യമായി നേരുന്നു. ഒരു പുരോഹിതൻ എന്താണെന്ന്, അല്ലെങ്കിൽ ആ പുരോഹിതന് ഇന്ന് അച്ഛൻ യാദൃച്ഛികമായി എടുത്തതായിരിക്കാം, അറിയില്ല. ലൂക്കായുടെ സുവിശേഷത്തിൽ അച്ഛൻ വായിച്ച വചനങ്ങൾ തീർച്ചയായിട്ടും അച്ഛൻ്റെ ജീവിതത്തിൽ അതേ രീതിയിൽ തന്നെ നമ്മളെ, അല്ലെങ്കിൽ കേണിച്ചിറ ഇടവകയിലെ ഇടവക ജനങ്ങളെ മുഴുവനും ദൈവപരിപാലനയിലേക്ക്, ഈശോയുടെ രാജ്യത്തിലേക്ക് നയിക്കാൻ ക്ഷണിക്കപ്പെട്ടവനായി കടന്നു വന്ന അച്ഛനാണ് നമ്മളുടെ വികാരിയച്ഛൻ. ലാളിത്യത്തിൻ്റെ പ്രതീകമായാണ് ഞാൻ അച്ഛനെ കാണുന്നത്. കാരണം അച്ഛൻ കുർബാന അർപ്പിക്കാൻ തുടങ്ങുന്ന ചെറിയ കുരിശുവരയിലൂടെ അവസാനം ആ കുരിശ് വരച്ചുകൊണ്ട് എല്ലാവർക്കും സ്തുതി ചൊല്ലി, അത് ഒരുപാട് സ്വാധീനം മറ്റുള്ളവരിൽ വരുത്താൻ ഇടയായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആ കുരിശ് വരച്ചുകൊണ്ട് നമ്മൾ പരസ്പരം സ്തുതി ചൊല്ലി പിരിഞ്ഞു പോകുമ്പോൾ ആ പിന്നീട് വരുന്ന കുർബാനയ്ക്ക് ഒരു സംരക്ഷണമായിട്ട് ആ കുരിശ് വരയ്ക്കുന്നത് ഒരു സംരക്ഷണ കവചമായി നമ്മളെ സംരക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ പരിപാലിക്കപ്പെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ഒരു രീതി, അച്ഛൻ്റെ ഒരു രീതി എനിക്കേറെ പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്നു. പിന്നെ ഞായറാഴ്ചകളിൽ അച്ഛൻ ഒരു കൃത്യമായ സമയത്തിനുള്ളിൽ മാത്രം ഒതുങ്ങുന്ന പ്രസംഗങ്ങൾ, അതിൽ പരാമർശിക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായ മാതൃകയിലൂടെ അല്ലെങ്കിൽ ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു തരുന്നത്, അത് നമുക്ക് ഏറ്റവും മനസ്സിലാക്കാൻ ഏറ്റവും ഉചിതമായ ഭാഷയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഉൾക്കൊള്ളാൻ നമ്മൾക്ക് ഇടവരുന്നുണ്ട്. അതിനും അച്ഛനൊരു പ്രത്യേകമായ കഴിവുണ്ട്. പ്രത്യേകം നന്ദി പറയുന്നു. ഇനി കുടുംബ നവീകരണ വർഷമായിട്ട് ഈ വർഷം മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. കുടുംബത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നതിന്, അല്ലെങ്കിൽ ആ കുടുംബത്തെ ഒന്നുകൂടി ഒരു പ്രത്യേക പരിപാലനയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വർഷം നമ്മൾ ഈ കുടുംബ നവീകരണ വർഷമായിട്ട് മാർപ്പാപ്പ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരുക്കുടുംബത്തിൻ്റെ തിരുനാളായി ആഘോഷിക്കുന്നത് ക്രിസ്തുമസ് കഴിഞ്ഞ ആദ്യം വരുന്ന ഞായറാഴ്ചകളാണ്. അന്ന് തുടങ്ങി അടുത്ത ഡിസംബറിലെ ക്രിസ്തുമസ് കഴിയുന്ന ആ കാലഘട്ടം വരെ ഈ കുടുംബ നവീകരണ വർഷം നമ്മൾ ആചരിക്കപ്പെടുകയാണ്. ഈ കുടുംബ നവീകരണ വർഷത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം നസ്രത്തിലെ തിരുക്കുടുംബമാണ്. അങ്ങനെ ഒരുപാട് കുടുംബങ്ങളെ നമ്മൾ ഈ സുവിശേഷത്തിൽ കാണപ്പെടുന്നെങ്കിലും നസ്രത്തിലെ തിരുക്കുടുംബമാണ് നമുക്കൊരു കൃത്യമായ മാതൃക തരുന്നത്. ആ മാതൃക എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കിയ ചെറിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 41-ാമത്തെ വചനം മുതൽ 52-ാം വാക്യം വരെ വായിക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഈശോയുടെ ജീവിതത്തിൽ നടന്നൊരു നാടകീയ സംഭവമാണ്. ഈശോയും മാതാവും യോസേപ്പ് പിതാവും തിരുനാളിന് വേണ്ടി ഒരു തിരുനാളിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഈ ഈശോയിനെ കാണുന്നില്ല. മാതാവും ഈശോയും യോസേപ്പ് പിതാവും കൂടിയാണ് പോകുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പം യോസേപ്പ് പിതാവ് വിചാരിക്കുന്നു മാതാവിൻ്റെ കൂടെ ഈശോ ഉണ്ടാവും, മാതാവ് വിചാരിക്കുന്ന യോസേപ്പ് പിതാവിൻ്റെ കൂടെ ഈശോ ഉണ്ടാവുമെന്ന്.
അവർ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കുഞ്ഞ് അവരുടെ കൂടെ ഇല്ലാന്ന് തിരിച്ച് അറിയുന്നത്. ആ സമയത്ത് രണ്ടുപേരും പരസ്പരം പഴി ചേരാതെ ആ കുഞ്ഞിനെ കൊണ്ട് കാണാതെ ആകുലതകൾ സ്വയം അവർ രണ്ടുപേരും ഏറ്റെടുത്തുകൊണ്ട് തിരിച്ചു പോവുകയാണ് തിരുനാൾ നടന്നു ദേവാലയത്തിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ ഈശോയെ കണ്ടെത്തുന്നു. ആ കണ്ടെത്താൻ വേണ്ടി പോകുന്ന ആ ആകുലതകളും വിഷമങ്ങളും എല്ലാം അവർ പരസ്പരം രണ്ടുപേരും പഴി ചാരാതെ അവർ സ്വയം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് രണ്ടുപേരും ആ ഈശോയെ കണ്ടെത്താൻ ചെല്ലുന്ന ആ രംഗം, അതായത് ഒരു കുടുംബം ആകുമ്പോൾ നമുക്ക് ഈ ഒരു മാതൃക പരസ്പരം പഴി ചാരാതെ എന്ത് പ്രയാസങ്ങളും നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും അതെല്ലാം പരസ്പരം ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും രണ്ടുപേരും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെല്ലാവരും തുല്യമായി പങ്കിട്ട് ജീവിക്കുമ്പോൾ അതിൽ ഒരുപാട് നന്മയുണ്ടാകുന്നു. കുടുംബജീവിതം സുഖമായി തീരുന്നു. വീണ്ടും ഈശോയെ തിരിച്ച് കണ്ടെത്തി കഴിയുമ്പോൾ അവിടുന്ന് വീണ്ടും മനസ്സിലാക്കുന്ന ഈശോ അവരോടൊപ്പം തിരിച്ചു പോരുന്നു. തിരിച്ചു വന്ന് അവർക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നു എന്നാണ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. ആ വിധേയപ്പെടൽ മാനുഷികമായ ഒരു ജീവിതം എങ്ങനെയാണ് വേണ്ടത് എന്ന് നമുക്ക് കാണിച്ചു തരുന്നൊരു മാതൃകയാണ്, ഈശോ തരുന്ന ഒരു മാതൃകയാണ്, മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് കാണുന്നത് ഈശോയുടെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഈശോ തൻ്റെ 30 വയസ്സ് കഴിഞ്ഞിട്ട് പരസ്യജീവിതം, ആ 30 വയസ്സിൽ ഈശോ ശീലിച്ച ഓരോ കാര്യങ്ങളും ആ നസ്രത്തിലെ കുടുംബത്തിൽ തൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഇടപെടലിലൂടെ അല്ലെങ്കിൽ കിട്ടിയ മൂല്യങ്ങളെ അനുസരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു. അവിടെയും ആ നസ്രത്തിലെ കുടുംബം നമുക്ക് മാതൃകയാകുന്നു. ഇങ്ങനെ ദൈവത്തിൻ്റെ ആ ജീവിതത്തിൽ ഈ തിരുക്കുടുംബത്തെ നമ്മളുടെ കുടുംബത്തിൻ്റെ മാതൃകയായിട്ടെടുക്കുമ്പോൾ ഈ കുടുംബ നവീകരണ വർഷത്തിൽ നമ്മളുടെ കുടുംബത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാം. കുടുംബ ബന്ധങ്ങളെയും പരസ്പരമുള്ള ബന്ധത്തെയും സ്നേഹത്തെയും ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് ഈ തിരുക്കുടുംബത്തിൻ്റെ മാതൃക സ്വീകാര്യമായി തീരട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. അതോടൊപ്പം അച്ഛന് ഒരിക്കൽ കൂടി പൗരോഹിത്യത്തിൻ്റെ മംഗളങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളും ഈ ജൂബിലി വർഷത്തോട് ഒപ്പം തന്നെയാണ് ഉണ്ണീശോയുടെ 2025 എന്നുള്ള ജൂബിലി വർഷവും രണ്ടും കൂടി വളരെ ഒന്നിച്ചു വന്നു. അത് നമ്മുടെ വികാരിയച്ഛൻ്റെ ആ ദൈവിക കൃപയുടെ ഒരു പര്യാപ്തമായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ കഴിഞ്ഞ 3-4 വർഷങ്ങൾ നമ്മുടെ ഇടവകയിൽ വളരെ ലാളിത്യത്തോടുകൂടി സേവനം ചെയ്യുകയും നമുക്ക് വളരെയധികം ദൈവാനുഗ്രഹങ്ങൾ നേടിത്തരികയും ചെയ്ത വികാരിയച്ഛൻ്റെ ഈ ജൂബിലി കുറവിൽ പ്രത്യേകമായിട്ട് ഞാൻ അച്ഛന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുക. അതോടൊപ്പം തന്നെ ഈ ജൂബിലി വർഷത്തിൻ്റെ ഭാഗമായിട്ട് വികാരിയച്ഛനുകളുടെ കേക്ക് മുറിച്ച് നമ്മൾ ആഘോഷിക്കുക. കേക്ക് മുറിക്കലും അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു സ്നേഹസമ്മാനം നമ്മൾ വികാരിയച്ഛന് നൽകുന്നു. കാരണം ഇത്രയും 3-4 വർഷങ്ങൾ അത്രമാത്രം ദൈവാനുഗ്രഹങ്ങളാണ് നമുക്ക് നേരിടുന്നത്. നേരത്തെ അവിടെ എന്താ പറയുക, ഈ സന്ദേശം പറഞ്ഞ പോലെ തന്നെ അച്ഛനെ നമ്മൾ കാണുമ്പോൾ വളരെ ലളിതമായ കാര്യങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ, കുട്ടികൾക്കും വലിയവർക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ ആ പ്രശ്നങ്ങളൊക്കെ വളരെ എന്താണ് പറയുന്നത്, പഠിച്ച് ഏറ്റവും നല്ല രീതിയിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പോകാതെ സമയബന്ധിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് വരാനും നമുക്ക് നല്ലൊരു അനുഭവം, നല്ലൊരു, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സ്നേഹനിധിയായിട്ടുള്ള വളരെ ലാളിത്യത്തിൻ്റെ കൈയാമായിട്ടുള്ള വികാരിച്ച് നമുക്ക് കിട്ടിയത്. 4 വർഷങ്ങൾ അച്ഛൻ നമുക്ക് വേണ്ടി സ്നാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അച്ഛൻ്റെ ആ നമ്മളോടുള്ള സ്നേഹത്തിനും നമ്മളോടുള്ള കരുതലിനും ഒക്കെ കൃത്യമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് കേക്ക് കൊടുക്കുന്നതിനുണ്ട്.